ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ കുട്ടികളെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിന്റെ മാതാപിതാക്കളെ ഭാഗ്യം തന്നെയാണ് കേട്ടോ. ഞാൻ നോക്കുമ്പോ ഈ വീഡിയോ കൂടുതൽ ആളുകളൊന്നും കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ വഴി രണ്ടാൾക്കാർ കാണുകയാണെങ്കിൽ കണ്ടോട്ടെ. അത് ആർക്കെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുകയാണെങ്കിൽ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാവും. 1000-1 ഇതുപോലത്തെ ഉണ്ടാവുള്ളൂ. റയർ പീസാണ് ഇതൊക്കെ. ആ കുട്ടിന്റെ വാക്കുകളൊന്ന് കേട്ടോക്കി. നല്ല കനുള്ള വാക്കുകളാണ് ഏതായാലും. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെന്ന് ചോദിച്ചാല് യൂട്യൂബ് ഒക്കെ നോക്കാറുണ്ട് എല്ലാവരും നോക്കും പോലെ. പക്ഷെ ഇൻസ്റ്റഗ്രാം ഒന്നും ഇല്ല. കാരണം ഇൻസ്റ്റഗ്രാമിനെ പറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര നല്ല അഭിപ്രായം അല്ല ഉള്ളത്. കാരണം ഞാൻ എന്റെ കൺമുന്നിൽ തന്നെ പല ഫ്രണ്ട്സും ഇൻസ്റ്റഗ്രാം എടുത്തത് വഴി അവരുടെ ഒരു ലൈഫിൽ വരുന്നൊരു ചേഞ്ച് ഞാൻ കണ്ടറിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിൽ. എന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ആദ്യം ജസ്റ്റ് ചുമ്മാ ഒരു അക്കൗണ്ട് പോലെ ആയിരിക്കും തുടങ്ങുന്നത്. പക്ഷേ പിന്നെ ഫ്രണ്ട് റിക്വസ്റ്റുകൾ വരും. അവരയക്കുന്ന മെസ്സേജ് നമ്മൾ റിപ്ലൈ കൊടുക്കും. ഓരോ ക്ലിങ് കേൾക്കുമ്പോഴും അയ്യോ അതെന്താണ് എന്ന് അറിയാനുള്ള ഒരു വ്യഗ്രത നമുക്ക് കാണും. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ അത് വേറെ വേറെ രീതികളിലേക്ക് അത് പോകും. നമ്മുടെ പഠിത്തത്തിനെ അത് അഫക്ട് ചെയ്യും. ഒരുപാട് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മുടെ അറ്റൻഷനെ സോഷ്യൽ മീഡിയ കൊണ്ടുപോകാണ് എന്നാണ് പറയുന്നത്. പരിധി വരെ നമ്മുടെ അറ്റൻഷനെ സോഷ്യൽ മീഡിയ കൊണ്ടുപോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അപ്പച്ചമാരും അമ്മച്ചിമാരും ഒന്നും ഇങ്ങനെ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേറൊരു കാര്യം നോക്കാനായിട്ട് എണീറ്റ് പോകാറില്ല. നമ്മളത് ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവരിപ്പോൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ അത് തീർത്തതിന് ശേഷം അടുത്ത പണിയിലേക്ക് പോകും. അല്ലെങ്കിൽ അത്രയും അത്യാവശ്യമായിരിക്കണം. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പൊ നമുക്കൊരു കോള് വരികയാണ്, അല്ലെങ്കിൽ കോള് പോട്ടെ, അത് നമുക്ക് ആവശ്യമുള്ളതാണെന്ന് പറയാം. ഒരു നോട്ടിഫിക്കേഷൻ വരുവാണ്, അയ്യോ അതെന്തായിരിക്കും, അയ്യോ അവർ അയച്ച മെസ്സേജ് ആയിരിക്കോ, ഞാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് ആയിരിക്കും, അത് അറിയാനുള്ള ഒരു വ്യഗ്രത നമ്മളപ്പോൾ അത് ഉടനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നടത്തി വെച്ചിട്ട് അത് എടുത്തുകൊണ്ട് പോകും. ഈ സോഷ്യൽ മീഡിയ കാലത്ത് നമുക്ക് ഇതിനൊക്കെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? ഇല്ല, പക്ഷെ ഒരു പരിധി വരെ നമുക്ക് അതിനെ നിയന്ത്രിക്കാലോ. ന്യൂസ് കാണുന്നത് അങ്ങനെ വിവരങ്ങൾ അറിയുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇതുപോലുള്ള നമ്മുടെ ഇതിപ്പം ഇപ്പോഴുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉണ്ട്. ഒരു 10 വർഷം മുമ്പ് വരെ ആർക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഇല്ലാണ്. സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വേണമെങ്കിൽ പഠിച്ച് ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ ആദ്യമായിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ കിട്ടുന്നത്. അത് തന്നെ ഒരു വലിയ പ്രശ്നമല്ലേ. ഇൻസ്റ്റാഗ്രാം വേണോ വേണ്ടയോ, അത് എത്തരത്തിലൊക്കെ ഉപയോഗിക്കണം, ഈ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പോയി നോക്കണോ വേണ്ടേന്നൊക്കെ, അത് ഒരു സെൽഫ് ചോയ്സ് അല്ലേ എങ്ങനെ വേണം എന്നുള്ളത്? സെൽഫ് ചോയ്സ് ആണ്, പക്ഷെ അത് നമ്മളെ തന്നെ നശിപ്പിക്കുന്നത് നമ്മളത് നോക്കണ്ടേ എന്ന് പറഞ്ഞാൽ ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്. ഞാൻ എന്റെ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ട് കുട്ടികളെ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിന്റെ ആ ഒരു റുട്ടീൻ തന്നെ മാറിപ്പോകുന്നതെന്ന് ഞാൻ എന്റെ സ്വന്തം ഫ്രണ്ടിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേടിയാ. എത്ര കൃത്യവും വ്യക്തവുമാണല്ലേ ആ കുട്ടി പറഞ്ഞത്. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വിവേകത്തോടു കൂടി വീക്ഷിച്ചിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ കുട്ടി. ഈ കുട്ടിക്ക് കൊടുക്കുന്ന അതേ കയ്യടി കുട്ടീന്റെ മാതാപിതാക്കൾക്കും കൊടുക്കണം കേട്ടോ. ഈ കുട്ടിയെ ഇങ്ങനെ ചിന്തിക്കാൻ പഠിപ്പിച്ചതിന് ആ കുട്ടി പറഞ്ഞ എത്ര ശരിയല്ല. ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിലാണെങ്കിൽ പഠനത്തെ ബാധിക്കും, അവരുടെ സ്വഭാവത്തെ ബാധിക്കും, മുതിർന്നവരിലാണെങ്കിൽ ജോലിയെ ബാധിക്കും. നമ്മളതിന്റെ മുന്നിൽ പിടിച്ചിരുത്തിട്ട് നമ്മളെ ലക്ഷ്യത്തിൽ നിന്ന് വഴി തെറ്റിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ പറയും നിങ്ങളിപ്പം ഫുൾ ടൈം ഇതിൽ തന്നെയാണല്ലോ, നിങ്ങൾ സോഷ്യൽ മീഡിയനെ കുറ്റം പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലാണെന്ന്. നമ്മളെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് പറയാലോ, ഈ സോഷ്യൽ മീഡിയ ഇല്ലാതെ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയിട്ടോ, ഭ്രാന്തായി പോകും. അല്ല പറഞ്ഞെന്താ, നമ്മളെ പ്രവാസ ലോകത്ത് പിടിച്ചു നിർത്താനുള്ള കാരണം ഈ സോഷ്യൽ മീഡിയ